രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട LDFൽ ഉഭയകക്ഷി ചർച്ചയ്ക്ക് CPM. വിവിധ പാർട്ടികൾ അവകാശവാദം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ചർച്ച. ആദ്യ ചർച്ച മാണി ഗ്രൂപ്പുമായിട്ടായിരിക്കും ഉണ്ടാവുക. അതേസമയം സീറ്റ് ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ CPMഉം രംഗത്തുണ്ട്. വിനോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനോദ്, ഈ LDFലെ രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള പ്രതിസന്ധി കനക്കുകയാണ്. കാരണം ഘടകകക്ഷികളെ ഒന്നും അനുരഞ്ജനത്തിലേക്ക് എത്തിക്കാൻ നേതാക്കൾക്കാകുന്നുമില്ല. തീർച്ചയായും അനു, നമുക്കറിയാം രാജ്യസഭാ സീറ്റ് കേരളത്തിൽ നിന്നും 3 രാജ്യസഭാ സീറ്റിലാണ് ഒഴിവ് വരുന്നത്. ജൂലൈ 1 കാലാവധി അവസാനിക്കുകയാണ്. ഈ മാസം തന്നെ തെരഞ്ഞെടുപ്പ് 24-ാം തീയതി തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. അപ്പോൾ 3 സീറ്റ് എന്ന് പറയുന്നത് 3ഉം LDFന്റെ സീറ്റുകളാണ് കാലാവധി പൂർത്തിയാക്കുന്നത്. ഒന്ന് എളമരം കരീമാണ്, CPMന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. മറ്റൊന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി, മറ്റൊരാൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഈ 3 പേരുടെ കാലാവധിയാണ് അവസാനിക്കുന്നത്. സ്വാഭാവികമായും സംസ്ഥാനത്തെ MLAമാരുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 2 സീറ്റിലാണ് LDFന് ഇനി വിജയിക്കാൻ കഴിയുക. ഒരു സീറ്റ് UDFനാണ്, അത് മുസ്ലിം ലീഗിന് നൽകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഈ 2 സീറ്റിൽ എളമരം കരീമും 2 സീറ്റിൽ ഒരു സീറ്റ് CPM ഏറ്റെടുക്കാനാണ്. CPM തന്നെ ഏറ്റെടുക്കും. പിന്നീട് വരുന്നത് ഒരു സീറ്റ് മാത്രമാണ്. ഈ ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തർക്കം രൂക്ഷമായിട്ടുള്ളത്. അതിൽ പ്രധാനമായും CPIയുടെ കാലാവധി CPI പ്രതിനിധിയുടെ കാലാവധി അവസാനിക്കുന്നു, മാണി ഗ്രൂപ്പ് നേതാവിൻ്റെ കാലാവധി അവസാനിക്കുന്നു. സ്വാഭാവികമായും CPIയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ആ സീറ്റ് വീണ്ടും വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതുകൂടാതെ RJD, MV ശ്രേയാംസ് കുമാർ നേതൃത്വം നൽകുന്ന RJD തങ്ങൾക്ക് ഒരു രാജ്യസഭാ സീറ്റ് നൽകണം. കാരണം മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത ഘടകകക്ഷി RJDയാണ്. അതുകൊണ്ട് രാജ്യസഭയിൽ പ്രാതിനിധ്യം വേണം എന്ന് RJD ആവശ്യപ്പെടുന്നു. അതുകൂടാതെ ഇപ്പോൾ പുതുതായി NCPയും രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PC ചാക്കോയ്ക്ക് സീറ്റ് നൽകാനുള്ള ഒരു നീക്കത്തിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ ഈ ഒരു സീറ്റിലേക്ക് 4 കക്ഷികൾ അവകാശവാദം ഉന്നയിച്ചതോടുകൂടി LDFൽ തലവേദന വർദ്ധിച്ചിരിക്കുന്നു. സീറ്റ് ആർക്ക് നൽകും എന്നുള്ളതിനെ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ച ആരംഭിക്കുകയാണ് CPM. അതുമായി ബന്ധപ്പെട്ട് ആദ്യം ചർച്ച നടത്തുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ടാണ്. മാണി വിഭാഗവുമായിട്ട് ചർച്ച നടത്തുന്നു. പിന്നീട് ചർച്ച നടത്തുന്നത് CPI പാർട്ടിയുമായിട്ടായിരിക്കും. കാരണം CPIക്കും അതിൽ അവകാശവാദമുണ്ട്. പിന്നീട് RJD, NCP തുടങ്ങിയ കക്ഷികളുമായിട്ടും ഒക്കെ തന്നെ സംസാരിക്കും. എന്തായാലും CPMനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. ഇതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ജൂൺ 4 പുറത്തു വരുന്നു. അതിനുശേഷം ചേരുന്ന LDFൽ ഇക്കാര്യത്തിൽ ധാരണയാകാം എന്നുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഘടകകക്ഷി നേതാക്കളുമായി CPM ഇപ്പോൾ ഉഭയകക്ഷി ചർച്ച ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഒരു നീക്കമെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും CPIക്കും 6 വർഷത്തെ രാജ്യസഭാ സീറ്റിൻ്റെ ഒരു സീറ്റ് അത് വിഭജിച്ച് നൽകാനുള്ള ഒരു നീക്കവും അത്തരത്തിലുള്ള ചർച്ചയും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം പാർട്ടികൾ ഉൾക്കൊള്ളും, ആർക്കാണ് ആദ്യത്തെ ടേം നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ RJD, NCP എന്ന കക്ഷികളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നുള്ള കാര്യവുമുണ്ട്. എന്തായാലും ഉഭയകക്ഷി ചർച്ച ആരംഭിക്കുകയാണ്. ആദ്യം ചർച്ച നടത്തുന്നത് മാണി ഗ്രൂപ്പുമായിട്ടായിരിക്കും. അനു, ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്.